ബിനു എന്ന് പറഞ്ഞ ആളെയാണ് ഇവള് കല്യാണം കഴിച്ചത്. അത് സത്യമായ കാര്യമാണ്. ഞാലിയാകുഴി വാത്താനത്തുള്ള ബിനു എന്ന് പറഞ്ഞ ആളെയാണ് കല്യാണം കഴിച്ചത്. അവനിപ്പോൾ കല്യാണം കഴിച്ച് 2 പിള്ളേരൊക്കെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞു എന്നെ വിവാഹം കഴിച്ച സുചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. തൽക്കാലം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു സംശയം ജനിക്കുന്നത്. സംശയം ജനിക്കും. കാരണം അത് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. കൊല്ലം സുധിയുടെ പ്രിയ പത്നി രേണു സുധി ചേച്ചി, നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയകൾക്കും മെയിൻ സ്ട്രീം ചാനൽസിനും ഇന്റർവ്യൂ കൊടുക്കുന്നതൊന്ന് നിർത്തിയാൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങളും തീരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ. ഇന്നലെ ഞാനതെടുത്തൊന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവരുടെ ആ ഒരു കുഞ്ഞു പൈതലിനെ വരെ ഇവർ തീർത്ത് കളയും എന്നുള്ള കഥകളൊക്കെ ഇന്നലെ പറയുന്നത് ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ഒരു കാര്യമൊന്നും അല്ല ചേച്ചി. ചേച്ചിക്ക് എന്തെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ചേച്ചി വന്നിരുന്ന് അങ്ങനത്തെ ഡയലോഗൊന്നും അടിക്കത്തില്ല. അത് നിയമപരമായി നോക്കുമ്പോൾ വലിയ തെറ്റാണ്. ചൈൽഡ് കെയർ അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉള്ളേ പോയി കിടക്കും ചേച്ചി. എന്തായാലും ഞാൻ വീണ്ടും അതിനെപ്പറ്റിയൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തതാണ്. ഇന്നിപ്പോൾ ചേച്ചിയുടെ വേറൊരു ഇന്റർവ്യൂ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. അതിൽ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വെറും പച്ച കള്ളമാണ് ചേച്ചി പറയുന്നതെന്ന് ദാ ഇവിടെ ഞാൻ അങ്ങോട്ട് പൊളിച്ചു തരാം. അത് ഞാനായിട്ട് മറ്റേ തെളിവുകളൊന്നും ഉണ്ടാക്കി പറയുന്നതല്ലേ. രേണു സുധിയെ അറിയാവുന്ന, രേണു സുധി എന്ന് പറയുന്ന വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല, നിങ്ങളെ അറിയാവുന്ന ആളുകൾ കേട്ടിട്ട് നിങ്ങളോട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അറിയാവുന്ന ആളുകൾ രേണു സുധിയുടെ ആരൊക്കെയോ, അപ്പൊ അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. രേണു സുധിക്കെതിരെ നമ്മളായിട്ടൊന്നും പടച്ചു വിടുന്നതല്ല. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി, സുധി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും സുധി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചതിന് ശേഷവും ഒരുപാട് ആളുകൾക്ക് രേണു സുധിയെ അറിയാം, അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാര് ഇവർക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാൻ കാണുമെന്നേ. അവരാണ് നമ്മളോട് പറയുന്നത്. ഇതാ ഇപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണു സുധി ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇവർ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. എന്താണെങ്കിലും ആദ്യമേ തന്നെ രേണു സുധി ഇന്റർവ്യൂവിൽ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? ദാ കേക്ക്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് ഒക്കെ തരിക. ഇനി ഈ സംഗതി അങ്ങോട്ട് കാണും. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല. ഇല്ല. അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാണ്. ഇല്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. പാസ്റ്ററിനല്ല, അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിങ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു എന്നെ വിവാഹം കഴിച്ച സുചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. തൽക്കാലം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു സംശയം ജനിക്കുന്നത്. സംശയം ജനിക്കും. കാരണം അത് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. ആ ചോദ്യത്തിൽ ഒന്ന് കുഴങ്ങിപ്പോയ പോലെ തോന്നുന്നു. ഇത്ര നേരം നല്ല ഓണായിട്ടിരുന്നിട്ട് ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന്. ഇല്ലില്ല, അതല്ല. അത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അതിപ്പം നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല, അതുകൊണ്ടാണ്. നിർത്താൻ പറ്റാത്ത ചോദ്യമാണ്. നമുക്ക് വ്യക്തമായിട്ട് പറയാണ്, ഞാൻ പിന്നീട് അത് ക്ലാരിഫിക്കേഷൻ ആയിട്ട് വരും. വായില് പിരിവെട്ടിയോ? അല്ല, അണ്ണാക്കി പിരിവെട്ടിയോ? അങ്ങനെയല്ല ചോദിക്കുന്നത്. അണ്ണാക്കി പിരിവെട്ടിയോ? എന്താ മറുപടി പറയാത്തെ? എന്താ മറുപടി പറയാത്തെ? ഇപ്പൊ ചേച്ചി ചിലപ്പോ ചോദിക്കും, നീ ആരാടാ എന്നോട് ചോദിക്കാൻ? എനിക്ക് തോന്നിയാലേ ഞാൻ മറുപടി പറയത്തുള്ളന്ന്. ചേച്ചിക്ക് തോന്നിയാ മറുപടി പറഞ്ഞാൽ മതി. ചേച്ചിക്ക് തോന്നുമ്പോ ചേച്ചി പറഞ്ഞാൽ മതി. പക്ഷേ ചേച്ചിയുടെ ഈ ഉരുളല് കാണുമ്പോ നാട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ കാണത്തില്ലേ? അപ്പൊ നമ്മളെന്താ നമ്മുടെ വായിക്കാത്തും മറ്റേ പഴമൊന്നും കുത്തിക്കയറ്റി വെച്ചിട്ടില്ല. എനിക്കും നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ നാട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത് അവർ പറയും. അത് നിങ്ങൾക്കിവിടെ മറ്റേ കൂച്ചുവിലം കിട്ട് കെട്ടാനൊന്നും പറ്റത്തില്ല ചേച്ചി. അതൊന്നും മനസ്സിലാക്കും. നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ കിടന്ന് ഉരുള് മറിഞ്ഞ് മറ്റേ മണ്ണൊക്കെ ആക്കും അദ്ദേഹത്ത്. പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ല കാണുന്നവർക്ക് അത് കേൾക്കുമ്പോൾ പല ഡൗട്ടുകളും തോന്നും. ഇപ്പൊ പയ്യൻ ചോദിക്കുന്നുണ്ടല്ലോ, ഈ ഒരു കാര്യം കാണുമ്പോഴാണ് ഡൗട്ട്. ഇല്ലെങ്കിൽ ഇതിന് വേണം നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം പറയാൻ. അത് പറയാൻ വയ്യ. ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഞാനല്ല, ചേച്ചിയെ അറിയാവുന്ന ചേച്ചിയുടെ ഒരു നാട്ടുകാരി പറയുന്നുണ്ട്. അതിനു മുമ്പ് ഈ വീഡിയോ ബാക്കിയും കൂടെ ഒന്ന് കാണും. വരും. അതായത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ എന്നെ ആരും താലിയും കെട്ടിട്ടില്ല സുചേട്ടൻ അല്ലാണ്ട് ആരും ഈ ലിവിങ് ടുഗദറും ഇല്ലായിരുന്നു. പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് അത് പറയുന്നതായിരുന്നു. ഇപ്പൊ അത് പറയാൻ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണല്ലോ ഉത്തരം. എന്നാലും ഉത്തരം പറഞ്ഞല്ലോ. അത് ഉത്തരവായിട്ടില്ല. ഇല്ല, എനിക്ക് സാധാരണ എന്ത് ചോദ്യത്തിനും കൃത്യമായിട്ട് മറുപടി തരുന്ന രേണു സുധിയിൽ നിന്നുള്ള രേണു ചേച്ചിയിൽ നിന്നുള്ള എന്നാലും ഉത്തരവായല്ലോ ഒന്ന്. എന്തുത്തരവായല്ലോ ഒന്ന്? ചേച്ചിക്ക് ഉത്തരവായി.
ചേച്ചിയുടെ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ഉത്തരം പറഞ്ഞു. പക്ഷെ അതല്ല ചേച്ചി ഉത്തരം. കാണുന്നവരെല്ലാവരും പൊട്ടന്മാരാണെന്ന് ചേച്ചി വിചാരിക്കരുത്, അല്ലെങ്കിൽ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. ലിവിങ് ടുഗദർ ഉണ്ടായിട്ടില്ല, താലി കെട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല, ഞാൻ പിന്നെ ക്ലാരിഫൈ ചെയ്യാം. അല്ല, എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് കാണുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഈ ചേച്ചിക്ക് തന്നെ അറിയാം ഇതൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നാട്ടുകാർ തെറി പറയും. നാട്ടുകാർ തെറി പറഞ്ഞ് ഞാൻ വീണ്ടും മേപ്പോട്ട് കയറും, അതായത് ഹൈപ്പ് കിട്ടും. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ്റെ സംശയം. നേരത്തെ അവരുടെ ഇച്ചിരി വിവരക്കേടിന്റെ പുറത്ത് കാണിക്കുന്നതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, കംപ്ലീറ്റ്ലി ഇവർക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇന്റർവ്യൂവിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബബ്ബ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുമ്പോൾ നിന്ന് ബബ്ബ അടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് വെച്ച് വീണ്ടും കൊടുക്കും, കമന്റ് ബോക്സിൽ തെറികൾ വരും, ആ വീഡിയോ റീച്ച് ആവും, വീണ്ടും ഇവർ വൈറലാവും. എന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നവര് കുറ്റക്കാരായിപ്പോയി. ഇല്ലെങ്കിൽ ഇതെടുത്ത് വെച്ചിട്ട് ഇത് തെറ്റല്ല ഈ പറയുന്നത്, അല്ലെങ്കിൽ ഇത് ശരിയാണോ, ഇതിനകത്ത് എന്താ ഇവരിങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന നമ്മളെ പോലുള്ളവരും കുറ്റക്കാര്. അവര് ഒന്നും മിണ്ടാതെ അവിടെ ഇവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി നാട്ടുകാരുടെ മുമ്പിൽ പൊടിയിടുന്ന അവര് ഡീസന്റ് ആയിട്ടാണ് അവരിപ്പോഴും അവരെ പോർട്രേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാം പൊക്കോട്ടെ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും റിയാക്ഷൻ ചാനലുകാർ മോശക്കാര്. പക്ഷെ ചേച്ചി ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. ഇന്നലത്തെ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ മൈൽ സ്റ്റോണിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ആ പിള്ളേരെ എന്തോ ചെയ്യുമെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് കണ്ടിട്ടാ പറയുന്നത്? എന്ത് കണ്ടിട്ടാ നിങ്ങൾ പറയുന്നത്? ചെറിയൊരു കാര്യമൊന്നുമല്ല. IPC 306, ഞാൻ IPC ഉൾപ്പെടെ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അകത്ത് പോകേണ്ട കേസാ അതൊക്കെ. ഇത് ബാക്കി കൂടെ ഒന്ന് കേട്ട്. ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനത് ക്ലാരിഫിക്കേഷൻ നടത്തും പിന്നീട് നടത്തും. ഓക്കെ. അപ്പൊ അതിനുശേഷം കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ എനിക്ക് ഇത് ആരാണ് എന്താണ് എവിടുന്നാണെന്ന് എനിക്കും അറിയണം. എന്നിട്ടേ ഞാനത് ക്ലാരിഫിക്കേഷൻ പറയത്തുള്ളൂ. ഇത് എവിടുന്ന് ഉത്ഭവിച്ചതാണെന്ന് എനിക്കും അറിയണം, അത് ഞാൻ കണ്ടുപിടിക്കും. ആ വ്യക്തിയിൽ നിന്നാണോ ഇനി ഉത്ഭവിച്ചത്? എനിക്കറിയില്ല എവിടുന്ന് ഉത്ഭവിച്ചതാണെന്നോ. ബാക്കിയും കൂടെ ഉത്ഭവിക്കാൻ ചേച്ചി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ചേച്ചി പറ. ഒരു ചെറിയ രീതിയിൽ തന്നെ എവിടുന്നോ ഇങ്ങനൊരു അലിഗേഷൻ വരുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ട് അങ്ങ് പോവുക. പരിപാടി അവിടെ കഴിഞ്ഞില്ലേ? നിങ്ങൾ അവിടെ കൃത്യമായിട്ടുള്ള മറുപടി പറയാതെ കിടന്ന് ഇങ്ങനെ വളഞ്ഞു നിന്ന് സംസാരിക്കുമ്പോൾ രണ്ടാണ് കാര്യം. ഒന്ന്, എല്ലാവരും പറയും നിങ്ങൾക്ക് എന്തോ കള്ളത്തരം മറയ്ക്കാനുണ്ട്. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആഴ്ന്ന് ചിന്തിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ഒരു ഡൗട്ട് വരും, ഇവർ മനഃപൂർവ്വം ഇത് ഇട്ട് കൊടുക്കുന്നതാണോ? ഇനി അടുത്തൊരു ഇന്റർവ്യൂ, ഇതിപ്പോൾ അടുത്തൊരു ഇന്റർവ്യൂവിനുള്ളൊരു സാധനമായി. ഇനി എന്താണ് രേണുസുധിക്ക് പറയാനുള്ളത്? അവിടെ അടുത്ത ഇന്റർവ്യൂ വരിക. അതിന് മുമ്പ് ഈ ഇങ്ങനെ പറഞ്ഞു വെച്ച ഇന്റർവ്യൂ വൈറലാവും. അടുത്ത ഇന്റർവ്യൂവിൽ അവർ വേറെ എന്തെങ്കിലും പറയും. മനസ്സിലായോ? സോ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും ഒരു രേണുസുധി അധ്യായം, ഇങ്ങനെ തീരാതെ. പിടികിട്ടിയോ നിങ്ങൾക്ക് കഥ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനി ഇവർ ഈ പറഞ്ഞ കാര്യത്തിൽ ഇവരുടെ നാട്ടുകാരിയായിട്ടുള്ള സ്ത്രീ കുറച്ച് കാര്യങ്ങൾ, ഇവരെ അറിയാവുന്ന ഒരു സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളിതൊന്ന് കേട്ടോണേ. ഞാനൊരു കാര്യം പറയട്ടെ. എന്തോ സംതിങ് രേണുസുധി എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ താലി കെട്ടിയത് സുധിച്ചേട്ടനായിരിക്കാം, ആദ്യമായിട്ട് ഇവരെ താലി കെട്ടിയത്. ചിലപ്പോൾ ഒരു ജീവിതം അയാളുമായിട്ടായിരിക്കാം തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പ് എന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് ഈ ചേച്ചിയുടെ വായിൽ നിന്ന് തന്നെ അവിടെ എവിടെയും തൊടാതെ വീണില്ലേ. ഇനിയും ഇവരെ അറിയാവുന്ന ആളുകൾ പറയുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞു. രേണുസുധി എന്ന് പറയുന്ന ആള് ഇതിനു മുമ്പ് സുധി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് വളരെ അഡമന്റ് ആയിട്ട് പറയുന്ന കുറച്ച് ആളുകളുണ്ട്. നിങ്ങൾ ഇതൊന്ന് കേൾക്കൂ. ബിനു എന്ന് പറഞ്ഞ ആളെയാണ് ഇവള് കല്യാണം കഴിച്ചത്. അത് സത്യമായ കാര്യമാണ്. ഞാലിയാകുഴി വാത്താനത്തുള്ള ബിനു എന്ന് പറഞ്ഞ ആളെയാണ് കല്യാണം കഴിച്ചത്. അവിടെ കല്യാണം കഴിച്ച് ചെന്നിട്ട് ഇവള് പണിയൊന്നും ചെയ്തില്ല. ഇവൾക്ക് ജ്യൂസും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ ഇവള് കഴിക്കുകയുള്ളൂ. ഇവള് പണിയൊന്നും ചെയ്യാതെ അവിടെ വഴക്കായിട്ട് ഇവളുടെ വീട്ടുകാർ ഇവിടുന്ന് അവിടെ പോയി അവരുമായിട്ട് വഴക്കുണ്ടാക്കി അവിടെ അടിയൊക്കെ ആയിട്ട് ഇവരന്നേരം ഇവളുടെ വീട്ടുകാർ വലിയ CSDSൻ്റെ വലിയ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഉണ്ടായിരുന്നല്ലോ. CSDS എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ സംഭവമായിരുന്നു. എന്നിട്ട് CSDS എന്ന് പറഞ്ഞാൽ അതിൽ വിളിച്ചു വരുത്തിയിട്ട് ഒത്തുതീർപ്പാക്കാൻ ഇവനെ എല്ലാം വിളിച്ചു വരുത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഡിവോഴ്സ് ആയത് അവനുമായിട്ട്. അവനിപ്പോൾ കല്യാണം കഴിച്ച് 2 പിള്ളേരൊക്കെ ഉണ്ട്. കേട്ടല്ലോ നിങ്ങൾ. പൊന്ന് രേണുസുധി ചേച്ചി അല്ലെങ്കിൽ രേണുസുധി ചേച്ചിക്ക് ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്ന ആളെ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളല്ല ഇത് പറയുന്നത്. ഇവരെ അറിയാവുന്ന ഇവരുടെ നാട്ടുകാർ തന്നെയാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ഓൾറെഡി കല്യാണം കഴിച്ചതാണെന്നും ഡിവോഴ്സ് ആയതാണെന്നും ഇവരെ കല്യാണം കഴിച്ച വ്യക്തിക്ക് ഇപ്പൊ വേറെ കല്യാണത്തിൽ 2 കല്യാണം കഴിച്ച അയാൾക്ക് 2 കുട്ടികളുണ്ടെന്നും പേരും കേട്ടല്ലോ. ഞാൻ വീണ്ടും എടുത്ത പേരൊന്നും പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താ? ഈ വന്ന ഇന്റർവ്യൂകളെല്ലാം കയറി ഇരുന്ന് നെഗറ്റീവ് പറയുന്നവരെയും റിയാക്ട് ചെയ്യുന്നവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ, തെറി പറയുന്നുണ്ടല്ലോ, കുറ്റം പറയുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ മോശക്കാരാണ്, ഞങ്ങളാണ് ഇവരെ ഇങ്ങനെ ആക്കുന്നതെന്ന്. ഈ അവരെ അറിയാവുന്ന നാട്ടുകാർ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ മറുപടി രേണു കൊടുക്ക്. രേണു ഒന്നും വേണ്ട, ഒരു മറുപടിയും കൊടുക്കണ്ട. ഈ ചേച്ചി ഇന്റർവ്യൂകളിൽ കയറി ഇരുന്ന് എല്ലാവരെയും കുറ്റം പറയുന്നതിന് പകരം
ആ പരിപാടി അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ചേച്ചി ഒന്നിനും മറുപടി കൊടുക്കണ്ട. ചേച്ചി എന്താന്ന് വെച്ചാൽ അലൻ ജോസ് പെരേരയോട് ഡാൻസ് കളിച്ചോ ഷോർട്ട് ഫിലിം ചെയ്തോ, ഞാൻ അത്ര പറയുള്ളൂ. അവർക്ക് ജീവിക്കണം. അറ്റ് ലാസ്റ്റ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ സ്ത്രീക്ക് ജീവിക്കണം. നിങ്ങൾ ജീവിച്ചോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്ത്, ഞാൻ അതിനകത്തൊന്നും ചോദ്യം ചെയ്യത്തില്ല. എനിക്കെന്നല്ല ഒരാൾക്കും അതിനകത്ത് റൈറ്റ്സ് ഇല്ല അവരെ ചോദ്യം ചെയ്യാൻ. അവർക്ക് എന്തും കാണിച്ച് ജീവിക്കാം. പക്ഷെ സമൂഹത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ കള്ളങ്ങൾ പറയുമ്പോൾ, ഇങ്ങനെ കള്ളങ്ങൾ ഇന്റർവ്യൂകളിൽ കയറിയിരുന്ന് പറയുമ്പോൾ കാണുന്നവരെന്താ കണ്ണു അടച്ചിരിക്കണം. ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഓക്കെ രേണു പറഞ്ഞതാണ് ശരി, കണ്ണു അടച്ച് മാറിയിരിക്കുക. ചേച്ചി അത് പറ്റത്തില്ല ചേച്ചി. ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാവും, അവരത് ചോദിക്കും. അതിനൊന്നെങ്കിൽ നിങ്ങൾ ഉത്തരം കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടികൾ ചെയ്യാതിരിക്കുക. ബാക്കിയും കൂടെ ഇതൊന്ന് കേട്ടെ നിങ്ങൾ. വെൽഡർ ബിനു തന്നെയാണ്. ഈ ഞാലിയാകുഴിയിലും വാത്താനത്തുള്ള ആൾക്കാരൊക്കെ തന്നെയല്ലേ ഇവളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ തന്നെയാണ് വന്ന് കമൻറ്റ് ഇടുന്നത്. ഉള്ള കാര്യം ഉള്ള പോലെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവൾ എത്ര ബബ അടിച്ച് മൂടി വെച്ചാലും ഇവളുടെ കല്യാണം കഴിഞ്ഞതും ഡിവോഴ്സായ കാര്യവും ഈ നാട്ടിലുള്ള ആൾക്കാർക്കറിയാം, ഞാലിയാകുഴിയിലുള്ള ആൾക്കാർക്കറിയാം, വാത്താനത്തുള്ള ആൾക്കാർക്കറിയാം, പൊങ്ങന്താനത്തുള്ള ആൾക്കാർക്കറിയാം. ഇവിടെ വന്ന് പൊങ്ങന്താനത്തുള്ള ആൾക്കാരോടും ഞാലിയാകുഴിയിലുള്ള ആൾക്കാരോടും വന്ന് ചോദിച്ചാൽ അവർ നല്ല വർത്തമാനം പറയും ഇവളെ പറ്റി. ഒരു മനുഷ്യർക്ക് ഇവളെ കാണുന്നത് എന്നിട്ട് പറയാം നാട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. ഞാനായിട്ടൊന്നും പറഞ്ഞില്ലേ എൻ്റെ പൊന്ന് രേണുസുതി ചേച്ചി, അല്ലെങ്കിൽ രേണുസുതി ചേച്ചിക്ക് വീഡിയോ അയച്ചു കൊടുക്കുന്ന ചേച്ചി. നമ്മളൊന്നും പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതാ. രേണുസുതി ജനിച്ചു വളർന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരാന്ന് തോന്നി ഇതൊക്കെ വന്നിരുന്ന് പറയുന്നത്. ചേച്ചി അല്ലേ പറയുന്നത് ഒരുപാട് പേര് സ്നേഹിക്കുന്നു, ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം നാട്ടുകാരാണ് ഈ പറയുന്നത്, നാട്ടുകാരായി പറയുന്നത്. പിന്നെ ഈ നാട്ടുകാരെ നമുക്കങ്ങോട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇട്ട് തരാൻ പറ്റത്തില്ല. അവർ നമ്മളോട് പറയുന്നു ഞങ്ങളുടെ വോയിസ് പുറത്തോട്ടുള്ളൂ, പക്ഷെ ഞങ്ങളെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിടരുത്, ഞങ്ങൾക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള തീട്ട കേസുകളിൽ നിൽക്കാൻ. പക്ഷെ കള്ളങ്ങൾ ഒരുപാട് കേൾക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു നാട്ടുകാരി, അതുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാണ് പല ആളുകളും പലർക്കും വോയിസ് ക്ലിപ്പുകൾ അയച്ചു കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നാട്ടുകാർ പറയുന്ന എല്ലാം ഒന്നും നമ്മൾ ആരും ചെവിയിലോട്ട് എടുക്കുന്നില്ല രേണു ചേച്ചി, എടുക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള അലിഗേഷൻസ് വരുമ്പോൾ അതിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ശബ്ദിച്ചുകൂടെ? അറ്റ്ലീസ്റ്റ് അത് പറയുന്ന കള്ളമാണെന്നെങ്കിലും പറഞ്ഞുകൂടെ? നിങ്ങൾ അതിന് പകരം കണ്ട ഇന്റർവ്യൂകളിലൊക്കെ കയറിയിരുന്ന് നിങ്ങൾ അവിടെ ഇവിടെയും തൊടാതിരുന്ന് മെഴുകിക്കൊണ്ടിരിക്കുക. ആ ഇന്റർവ്യൂ ചെയ്ത പയ്യൻ തന്നെ ചോദിക്കുന്നല്ലോ നിങ്ങൾക്ക് ഇതിനെന്താണ് പ്രോപ്പറായിട്ടുള്ളൊരു ഉത്തരവില്ലാത്തതെന്ന്. എന്തുകൊണ്ട്? ഇത് കാണുമ്പോൾ ആളുകൾ പറയുന്നതല്ലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള മറുപടി കൊടുക്ക്. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ചേച്ചി, മറുപടി ഒന്നും കൊടുക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചേച്ചി ഇന്റർവ്യൂകളിൽ കയറിയിരുന്ന് ഉള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതങ്ങ് നിർത്ത്. ഇത് നിർത്തിയാൽ തന്നെ കൂടിപ്പോയ 1-2 ആഴ്ച ഇതെല്ലാ ആൾക്കാരും മറക്കും, നിങ്ങളെയും മറക്കും, വിട്ടുകളയും. പക്ഷേ നിങ്ങൾക്കത് പറ്റത്തില്ല. നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾക്ക് ലൈം ലൈറ്റിൽ നിൽക്കണം, ഇല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ ഒരു സൈഡിൽ കൂടെ വേറെ കുറെ ടൈപ്പ് ഓഫ് കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. നെഗറ്റീവ് ഇടുന്ന കമന്റ് ഇടുന്ന ആൾക്കാരെ പറയുക, റിവ്യൂ നമ്മൾ റിയാക്ഷൻ ചാനൽസ് ആൾക്കാർ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവർ പറയുന്നതിനകത്തൊന്ന് വീഴ്ന്ന് കിട്ടുന്നതോ നമ്മളോട് ആൾക്കാർ പറയുന്നതോ വെച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഒന്നും മാനത്തൂന്ന് മറ്റേ എടുക്കുന്നില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനി ഈ ഇന്റർവ്യൂ തന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇതൊന്നും നിങ്ങൾ കേട്ടോ. 3 വയസ്സായി, കുറെ വർഷം മുന്നിട്ടാണ്. സാമ്പത്തിക പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടേക്ക് കുറെ നാള് ഇങ്ങനെ പച്ചക്കറിയുടെ കാലിൽ പെരകെട്ട് നടക്കുക എന്ന് പറഞ്ഞ സംഭവം തന്നെയായിരുന്നു. അല്ല, ആ സമയത്തൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങളോ അല്ലെങ്കിൽ ആ സമയത്തെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ഒത്തിരി വർഷമായില്ല, ഇപ്പൊ എനിക്ക് 33 വയസ്സായി, കുറെ വർഷം മുന്നിട്ടാണ്. സാമ്പത്തിക പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ. പഠനം എവിടെയായിരുന്നു നടത്തിയത്? പഠനം പ്ലസ്. ചേച്ചിയുടെ പഴയ ജീവിതകാലമൊക്കെ പറയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിക്ക് 33 വയസ്സുണ്ടെന്നൊക്കെ ചേച്ചി പറയുന്നു. ചേച്ചിയുടെ പ്രായം എനിക്കത് വലിയ മാറ്ററൊന്നും അല്ല. ചേച്ചിയുടെ പ്രായം ചേച്ചി കൂട്ടി പറയുന്നോ കുറച്ച് പറയുന്നോ അത് ചേച്ചിയുടെ ഇഷ്ടം. അത് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ അതിലും കള്ളത്തരമുണ്ട് എന്നാണ് ചില ആളുകൾ പറയുന്നത്. എന്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്ന് കേട്ടെ നിങ്ങൾ. അവൾ കള്ളം പറയുന്ന അവൾക്ക് അതിൽ കൂടുതൽ വയസ്സുണ്ട്. 32 വയസ്സിലും മേളിലുണ്ട്. അവൾക്ക് ഒരു 35-ന് മേളിൽ കാണും എങ്ങനെ പോയാലും. അവൾക്ക് ഇവള് പറയുന്ന മുഴുവൻ കള്ളം. ഇവള് ഏവിയേഷൻ പഠിച്ച് ഇവള് എയർ ഇന്ത്യയിൽ പോയി എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അത് മുഴുവൻ നുണയാന്നേ. ശ്രുതിയായിട്ട് എന്നും വഴക്കായി ഇവളറിയോ? ഇവളുടെ കൂടെ കൂടിയിട്ടാ ശ്രുതിക്ക് ഇത്രയും കടം വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നും വഴക്കാ അറിയോ? ഇവള് ശ്രുതിനെ പെരക്കി വിട്ട് ഓടിച്ചിട്ട് കൂട്ടിയതാണ് വിളിച്ചിട്ടുള്ളത് അറിയോ?
സുധി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുധി ഇവളും കൂടെ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച മുന്നാന്ന് തോന്നുന്നു വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞ് നിൻ്റെ തല പോവടാ, നീ പോകുന്ന വഴിക്ക് നിൻ്റെ തല പോവടാന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ മരിച്ചത്. നിൻ്റെ തല പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന്. ഈ പറയുന്നതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല, ലാസ്റ്റ് പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ ആ ഒരു കാര്യത്തിലൊക്കെ. പക്ഷേ ഈ ഏവിയേഷൻ്റെ കാര്യം രേണു ചേച്ചി സത്യമാണോ ഈ കേൾക്കുന്നതൊക്കെ? എനിക്കത് സംശയം തോന്നാൻ കാരണം എന്താണെന്നറിയോ? ഈ നഴ്സിങ്ങിൻ്റെയൊക്കെ കഥ ചേച്ചി വേറൊരു ഇൻ്റർവ്യൂവിൽ ഇന്നലെ നമ്മൾ റിയാക്ട് ചെയ്ത ആ ഒരു വീഡിയോയിൽ മൈൽ സ്റ്റോണിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, നഴ്സിംഗ് പഠിക്കാൻ പോയി അവിടുന്ന് അതെല്ലാം നിർത്തി ഇങ്ങി പോകുന്നു, അതിനുശേഷം എന്താ ഡിപ്ലോമ ചെയ്തു, അതിനുശേഷം ഏവിയേഷൻ ചെയ്തു, പക്ഷേ ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു, സർട്ടിഫിക്കറ്റ് നഴ്സിങ്ങിൻ്റെ അവിടെ കോളേജിലായിപ്പോയി, ബാക്കി പൈസ കൊടുത്താലേ തരത്തുള്ളായിരുന്നു, അങ്ങനെയൊക്കെ പെട്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, അതിനുശേഷം ചേച്ചി ഈ നഴ്സിങ്ങിന് ശേഷം 2 കോഴ്സൊക്കെ ചെയ്തെന്ന് പറയുന്നല്ലോ, ഈ 2 കോഴ്സ് ചെയ്തപ്പോഴും അവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട വന്നില്ലേ? ഒരു സംശയം. പിന്നെ ഇവരൊക്കെ പറയുന്നു നിങ്ങളത് പഠിച്ചിട്ടില്ല എന്നൊക്കെ, നമുക്ക് അറിയില്ല, അതൊന്നും നമ്മൾ കൂടുതലായിട്ട് മറ്റേ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചേച്ചി തന്നെ തെളിയിക്കും ഇതൊക്കെ. ചേച്ചിയുടെ നാട്ടുകാർ തന്നെ ഇതൊക്കെ ചോദിക്കുന്നത്. ചേച്ചി അവർക്കൊന്ന് തെളിയിച്ച് കാണിച്ചാൽ മതി, നമ്മളോടൊന്നും തെളിയിച്ച് കാണിക്കണ്ട. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, കണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മളോട് ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങളെയും കൂടെ കേൾപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹായിക്കുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.